മനുഷ്യന്റെ മനസ്സിൽ അതേ അവൻ വസ്വാസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ഒരു ന്യായം പറഞ്ഞിട്ടവൻ കേൾക്കുന്നില്ലെങ്കിൽ വേറെ ഒരു ന്യായം ഇബ്ലീസ് അവതരിപ്പിക്കും. എന്തിന്? റബ്ബിനെ മാത്രമേ വിളിച്ച് തേടാവൂ, റബ്ബിനോടല്ലാതെ വിളിച്ച് തേടരുത് എന്ന് പറഞ്ഞാൽ അല്ല, പറ്റില്ല, മറ്റുള്ളവരോടും തേടണം, അതിന് തെളിവുണ്ട് എന്ന് പറഞ്ഞ് അതേ അവൻ പല രൂപത്തിലുള്ള ദുർന്യായങ്ങളും കൊണ്ടുവരും, പല ദുർവ്യാഖ്യാനങ്ങളും അവൻ കൊണ്ടുവരും. അങ്ങനെ ഈ സമൂഹത്തെ ശരിയായ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഈ ആദർശത്തിന്റെ തനിമ ഉൾക്കൊള്ളുന്നതില്ലെന്ന് മഹാഭൂരിപക്ഷം ആളുകളെയും മാറ്റിക്കൊണ്ട് അതേ അധിക ജനങ്ങളും പടച്ച റബ്ബിന്റെ നിഅമത്ത് അനുഭവിക്കുന്ന ജനങ്ങൾ അവനോട് തന്നെ കൂറ് പ്രവർത്തിക്കുന്ന അവസ്ഥയിൽ നിന്ന് മാറിയിട്ട് അതേ ലാ തജിദു അക്സറഹും ശാകിരീൻ മഹാഭൂരിപക്ഷത്തെയും നിന്നോട് നന്ദി ചെയ്യാത്ത രൂപത്തിൽ ഞാൻ ആക്കി തീർക്കുമെന്ന് ഇബ്ലീസ് പ്രതിജ്ഞ എടുത്തിട്ടുണ്ട്. ആ പ്രതിജ്ഞക്കനുസരിച്ച് ശൈത്താൻ അവന്റെ പ്രവർത്തനങ്ങൾ ഖിയാമത്ത് നാൾ വരെ തുടർന്നുകൊണ്ടിരിക്കും. അതേ ആ രൂപത്തിലുള്ള ശൈത്താന്റെ പ്രചരണങ്ങൾക്ക് വശംവദരായിക്കൊണ്ട് മുസ്ലിമീങ്ങളിൽ ശിർക്ക് വരൂല. മുസ്ലിമീങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവരാണ്, അതുകൊണ്ട് ഇനി അവരിൽ ശിർക്ക് സംഭവിക്കൂല. അതുകൊണ്ട് നിങ്ങൾ ആരോടും വിളിച്ചു തേടിക്കോ, ആരെയും വിളിച്ചു പ്രാർത്ഥിച്ചോ, ആർക്കും നീ നേർച്ച വഴിപാടുകൾ അർപ്പിച്ചോ, ആർക്ക് മുമ്പിലും നീ സുജൂദ് ചെയ്തോ. ഈ രൂപത്തിലൊക്കെയുള്ള പല കാര്യങ്ങളും ജനങ്ങളുടെ മുമ്പിൽ പലരും പല രൂപത്തിൽ അവതരിപ്പിക്കുന്നു. അവർക്കൊക്കെ പറയാനുള്ളത് സർവശക്തനായ അല്ലാഹ്, ആ അല്ലാഹുവിനെ പോലെയാണ് ഏതെങ്കിലും ഒരു സൃഷ്ടി എന്ന് വിശ്വസിക്കാഞ്ഞാൽ മതി. അല്ലാഹുവിന്റെ കഴിവുകൾ അവന് സ്വന്തമായിട്ടുള്ളതാണ്. മറ്റു സൃഷ്ടികൾക്കൊക്കെ അല്ലാഹു അവന്റെ കഴിവുകൾ അവൻ കൊടുത്തതാണ് എന്ന നിലക്ക് സ്വന്തമായി കഴിവില്ല, സൃഷ്ടികൾക്ക് അല്ലാഹു കൊടുത്ത കഴിവേയുള്ളൂ എന്ന നിലക്ക് വിശ്വസിച്ചു കഴിഞ്ഞാൽ നീ അല്ലാഹുവിനോട് തേടുന്നതൊക്കെ സൃഷ്ടികളോടും തേടിക്കോ, അല്ലാഹുവിനോട് ചോദിക്കുന്നതൊക്കെ സൃഷ്ടികളോടും ചോദിച്ചോളൂ. അല്ലാഹുവിന്റെ മുമ്പിൽ നീ അർത്ഥിക്കുന്നതെല്ലാം സൃഷ്ടികളുടെ മുമ്പിലും അർത്ഥിച്ചോളൂ, പ്രാർത്ഥിച്ചോളൂ എന്നതാ ശൈത്താൻ ജനങ്ങളുടെ മുമ്പിലതാ, മനുഷ്യ പിശാചുക്കളതാ അതേ പ്രവാചകന്റെ വചനങ്ങളും പരിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ പോലും ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് പഠിപ്പിക്കുകയാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ ഈ ലോകത്തതാ അവന്റെ പ്രതിനിധികളെ അയച്ചിട്ടുണ്ട് പോലും. പടച്ചവന്റെ പ്രതിനിധികൾ, ഖുലഫാഉള്ള, ഖലീഫത്തുള്ള, അള്ളാന്റെ പ്രതിനിധി, സർവശക്തന്റെ അംബാസിഡർമാര്, അള്ളാന്റെ പ്രതിനിധികൾ. അങ്ങനെ ഈ ലോകത്തിന്റെ ഭരണമൊക്കെ റബ്ബ് അവർക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ് പോലും. അങ്ങനെയുള്ള ആളുകളാണത്രേ ഈ ലോകം കൺട്രോൾ ചെയ്യുന്നത്. അവരാണത്രേ പ്രപഞ്ചത്തിൽ ഭരണം നടത്തുന്നത്. അവരാണത്രേ എല്ലാ രൂപത്തിലുള്ള കാര്യങ്ങളും ഈ പ്രപഞ്ചത്തിൽ നടത്തുന്നത്. അല്ലാഹ് അതിന്റെ എല്ലാ കാര്യങ്ങളും അവരെ അങ്ങ് ഏൽപ്പിച്ചിരിക്കുകയാണ്. അവരെ അല്ലാഹ് കാണും പോലെ എല്ലാം കാണുന്നുണ്ട്, അല്ലാഹ് കേൾക്കും പോലെ അവരും എല്ലാം കേൾക്കുന്നുണ്ട്, അല്ലാഹു അറിയും പോലെ അവരും എല്ലാം അറിയുന്നുണ്ട്. കാരണം ആകാശഭൂമികളുടെ മുഴുവൻ നിയന്ത്രണം അത്തരം ആളുകളുടെ കൈകളിലാണെന്നാണ് അവർ പറയുന്നത്. അതേ അത്തരത്തിൽ ഒരു അവകാശവാദക്കാരൻ, ഒരു ഔലിയ എന്ന പേരിൽ നടക്കുന്ന ഒരു അവകാശവാദക്കാരന്റെ അവകാശവാദം നോക്കൂ. ലിയത്തസ്രീഫു ഫിദ്ദുനിയാ ജമീഅ ലിയത്തസ്രീഫു ഫീ അഹ്ലി സമാഇ ബിലാദുല്ലാഹി തുറൻ ബൈന ഐനി കഹുബ്സത്തിൻ തുഖല്ലബു ഫിൽ ഫിറാശി. എന്തൊരു അപകടകരമായ അവകാശവാദമാണ്. ഒരു വലി എന്ന് പറയുന്നയാള് ഞാനാണ് ലോകത്തിന്റെ കൺട്രോൾ നടത്തുന്നതെന്ന് അവകാശപ്പെടുകയാണ്. ദുന്യാവിലെ മുഴുവൻ കൺട്രോളുകളും എന്റെ കൈകളിലാണ്, ആകാശത്തുള്ള ആളുകളുടെയും നിയന്ത്രണങ്ങളും കൈകാര്യവും എന്റെ കയ്യിലാണ്, അല്ലാഹുവിന്റെ രാജ്യങ്ങളൊക്കെയും എന്റെ കണ്ണിന്റെ മുമ്പിൽ ഏതുപോലെയാണ്. ഒരു വസ്ത്രത്തിൽ പൊതിഞ്ഞ ഒരു റൊട്ടിയിലേക്ക് ഞാൻ നോക്കും പോലെ
കൺമുമ്പിലതാ ഒരു വസ്ത്രത്തിൽ വെച്ച റൊട്ടി. ആ റൊട്ടിയെ എനിക്ക് എന്റെ കണ്ണുകൊണ്ടെങ്ങനെ കാണാമോ? അതിന്റെ എല്ലാ വശങ്ങളും ഇതുപോലെ ബിലാദുല്ലാഹി തുറൻ ബൈന ഐനി കഹുബ്സത്തിൻ തുഖല്ലബു ഫിൽ ഫിറാശി. ഇത്ര രൂപത്തിലുള്ള അപകടകരമായ കാര്യങ്ങൾ വിശ്വസിക്കുന്ന ലോകം, അതെ, അവരാണ് പറയുന്നത് ഞങ്ങളാണ് ശരിക്കുള്ള മോക്ഷത്തിന്റെ ആളുകളെന്ന്. അങ്ങനെ ഈ ലോകത്ത് പടച്ച റബ്ബ് ഓരോരുത്തരെയും ഏൽപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് റബ്ബിന് പണിയൊന്നുമില്ല. റബ്ബെല്ലാം ഈ ഔലിയാക്കന്മാരെന്ന് പറയുന്ന ആളുകളെ, ബാബമാരെ, പീറുമാരെ, മറ്റുള്ളവരെ ഒക്കെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അവരാണ് ലോകത്തിന്റെ കൺട്രോള്, അവരാണ് ലോകത്തെ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അതാ ഓരോ പ്രദേശങ്ങളിലും ഓരോ നാടുകളിലും അവർക്ക് പരിചയമുള്ള ചില അഭയ കേന്ദ്രങ്ങളുണ്ട്. ഓരോരുത്തർക്കും പരിചയമുള്ള ചില ബാബമാരുണ്ട്, ബീവിമാരുണ്ട്, പീറുമാരുണ്ട്, ഖോജമാരുണ്ട്. അങ്ങനെ അതാ അവരെ വിളിച്ചുകൊണ്ടാണ് അവർ സഹായം തേടുന്നത്, അവരോടാണ് സങ്കടം പറയുന്നത്, അവരില്ലതാണ് ശരണം തേടുന്നത്. അതെ, ഈ പുത്തൂരിൽ വെച്ച് സംസാരിക്കുമ്പോൾ ഓരോ സ്ഥലങ്ങളുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങൾ അറിയാമല്ലോ. അതെ, ഇതിന്റെ അടുത്ത പ്രദേശമായ അതേ ജാവകൽ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എന്തിനാണ് ആണും പെണ്ണും ഒഴുകുന്നത്? ജാതി മതഭേദമന്യേ, സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ ആളുകൾ അങ്ങോട്ടൊഴുകുകയാണ്. എന്തിനാണ്? അതേ, ഖബർ സിയാറത്ത് ചെയ്ത് നമുക്ക് പരലോക ബോധമുണ്ടാക്കുവാനാണോ? അതല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തെ ആ ഖബറൊന്ന് കണ്ട് പരലോക പേടിയോടുകൂടി മരണഭയമുണ്ടാക്കി തീർക്കുവാനാണോ? ഒരിക്കലുമല്ല. അതേ, അവിടെ പോയിക്കൊണ്ട് ജനങ്ങളതാ അവരുടെ രക്ഷാകേന്ദ്രവും അഭയകേന്ദ്രവുമായിക്കൊണ്ട് കലന്തർ ബാബയെ കാണുകയാണ്. എന്നിട്ടോ ജീവിച്ചിരിക്കുന്ന കാലത്ത് കലന്തർ ബാബ അയാള് ആ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെയും അയാളുടെ മുമ്പിൽ പോയി ആളുകൾ സുജൂദ് ചെയ്യുന്നുണ്ട്. ആണും പെണ്ണും ഇടകലർന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യുന്നുണ്ട്. അങ്ങനെ സുജൂദ് ചെയ്യുമ്പോൾ ഈ മനുഷ്യന് പറയാമായിരുന്നില്ലേ, എന്റെ മുമ്പിൽ സുജൂദ് ചെയ്യരുത്, എന്റെ മുമ്പിൽ നമിക്കരുത്? അതേ, അയാളതിരുന്ന് കാണുകയാണ്. അതേ, ഈ രൂപത്തിലുണ്ടോ ഒരു വലിയ? ഇങ്ങനെ ഒരാൾക്ക് വലിയാകാൻ സാധിക്കുമോ? ഒരു വലിയനെ തന്റെ മുമ്പിൽ ഒരാൾ സുജൂദ് ചെയ്യുന്നത് കാണുന്നത് പോയിട്ട് ഇസ്ലാമിന് വിരുദ്ധമായ വല്ല സംഗതികളും കണ്ടാൽ ഒരു ബാബക്ക് മിണ്ടാതിരിക്കാനാകുമോ? ഒരു മുസൽമാന് മിണ്ടാതിരിക്കാനാകുമോ? കണ്ടോ നിങ്ങൾ ആ രംഗം? അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെയും ജനങ്ങളതാ അദ്ദേഹത്തിന്റെ മുമ്പിൽ പോയിട്ട് സുജൂദിൽ വീഴുന്നു. ആണുങ്ങളും സുജൂദിലാണ്, പെണ്ണുങ്ങളും സുജൂദിലാണ്. ഇതെന്തൊരു ഇസ്ലാമാണ് ജനങ്ങളെ! ഇതിൽ നിന്ന് ഈ സമുദായത്തെ രക്ഷിക്കേണ്ട ബാധ്യത സർവ മുസ്ലിമീങ്ങൾക്കുമുണ്ട്. ആരോടെങ്കിലുമുള്ള രോഷം തീർക്കാനല്ല, ആരോടെങ്കിലും വിദ്വേഷമുണ്ടായിട്ടല്ല. എന്റെ ശബ്ദം ശ്രവിക്കുന്ന, ഈ രംഗം കാണുന്ന എന്റെ സർവ സഹോദരങ്ങളോടും വളരെ വിനയത്തോട് പറയുന്നു, പടച്ച റബ്ബിന്റെ മുമ്പിലല്ലാതെ ഒരു മുസൽമാന്റെ നെറ്റിത്തടം അവൻ സുജൂദിന്റെ രൂപത്തിൽ വെക്കുവാൻ അനുവാദമുണ്ടോ? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ പോലെ ഈ ലോകത്ത് ഏറ്റവും മഹാനായ ഒരു മനുഷ്യൻ വന്നിട്ടുണ്ടോ? ഇനി ലോകത്ത് അങ്ങനെ ഒരു മനുഷ്യൻ വരാനുണ്ടോ? ആ നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുമ്പിൽ സുജൂദിൽ കിടക്കുന്നത് പോയിട്ട് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കയറി വരുമ്പോൾ അവിടുത്തെ ബഹുമാനിച്ചുകൊണ്ട് സ്വഹാബത്തെ എഴുന്നേറ്റ് നിൽക്കുന്നത് പോലും അല്ലാഹുവിന്റെ റസൂലിന് ഇഷ്ടമില്ലാത്തത്ര വിനയമുള്ള നേതാവല്ലേ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഉമ്മത്ത്? അതേ, ഒരു സൃഷ്ടിയുടെ മുമ്പിലും നമുക്ക് വെക്കാൻ പാടില്ലാത്ത നമ്മുടെ ശിരസ് ഒരു സൃഷ്ടിയുടെ മുമ്പിൽ അയാള് ജീവിച്ചിരിക്കുന്ന കാലത്ത് സുജൂദിന്റെ രൂപത്തിൽ അതാ കിടക്കുന്നു. കാണാം നിങ്ങൾക്ക് സ്ക്രീനിൽ ആ രംഗം. इश्क में आशिक झूम रहे हैं, इश्क में आशिक झूम रहे हैं, कहते रहेंगे सर को झुकाकर, कहते रहेंगे सर को झुका
रहेंगे सर को झुकाकर, कहते रहेंगे सर को झुकाकर, आए अली दिलदार। कहते रहेंगे सर को झुकाकर, कहते रहेंगे सर को झुकाकर, आए अली दिलदार। क्या कलंदर वली सरकार। കണ്ടോ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. യാ കലന്ദർ വലി എന്നും വിളിച്ചുകൊണ്ട് അതേ അദ്ദേഹത്തിന്റെ മുമ്പിൽ കാണുന്ന സുജൂദിന്റെ രംഗങ്ങളാണ്. ആണും പെണ്ണും ഒരുമിച്ച് അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലത്ത് പോലും കാണെ അദ്ദേഹത്തിന്റെ മുമ്പിലുള്ള മൈതാനത്ത് ഒരുമിച്ചു കൂടിയ ജനങ്ങൾ അദ്ദേഹത്തിൻ്റെതാ പ്രണാമമർപ്പിച്ചുകൊണ്ട് സുജൂദിൽ കിടക്കുകയാണ്. പ്രിയമുള്ള മുസ്ലിമേ, ഇതാർക്ക് സഹിക്കാനാകും? ഇതാരെങ്കിലും കുറ്റപ്പെടുത്തുകയാണോ? ഈ സുജൂദ് കൊണ്ട് മനുഷ്യൻ നരകത്തിലല്ലേ പോകുന്നത്? ഒരുപാട് ആളുകൾ ഇത് ശരിയാണെന്ന് വിശ്വസിക്കുന്നു. ദൈവമാണെന്ന് വിശ്വസിക്കാഞ്ഞാൽ മതി, അള്ളയാണെന്ന് വിശ്വസിക്കാഞ്ഞാൽ മതി. നമുക്ക് എല്ലാ രൂപത്തിലുള്ള അനുഗ്രഹങ്ങളും ചൊരിഞ്ഞു തരുന്ന ഈ കേന്ദ്രമാണിവിടെ എന്നും അതേ അദ്ദേഹം ഒരു സൃഷ്ടിയാണ് എന്ന വിശ്വാസത്തോടുകൂടി എന്തും ചെയ്യുന്നതിന് തകരാറില്ല എന്ന് ഫത്വ കൊടുത്ത മുസ്ലിയാക്കന്മാരില്ലേ? അല്ലാഹു റബ്ബുൽ ആലമീനിനെ പോലെയല്ല, അല്ലാഹുവിന് സ്വന്തമായി കഴിവുണ്ട്, സൃഷ്ടികൾക്ക് സ്വയം കഴിവില്ലെന്ന് വിശ്വസിച്ചു കഴിഞ്ഞാൽ അത്തരം ആളുകളുടെ മുമ്പിൽ പോയി നിങ്ങൾ എന്ത് തന്നെ പേക്കൂത്തുകൾ നടത്തിയാലും, നിങ്ങൾ എന്ത് തന്നെ പ്രവർത്തനങ്ങൾ ചെയ്താലും അതൊന്നും അവർക്കുള്ള ആരാധനയല്ല, അതൊന്നും ശിർക്കാവില്ല എന്ന് ഫത്വ കൊടുത്ത മുസ്ലിയാക്കന്മാരുണ്ടാകുമ്പോൾ ഈ സമൂഹം എങ്ങനെ നന്നാകും? അതുകൊണ്ട് എന്റെ ജനങ്ങളോട് പറയട്ടെ, ഈ രൂപത്തിലുള്ള അന്ധവിശ്വാസങ്ങളിൽ നിന്ന്, ശിർക്കൻ പ്രവർത്തനങ്ങളിൽ നിന്ന് സഹോദരന്മാരെ നമുക്ക് മോചനം വേണ്ടേ? നമുക്ക് രക്ഷ വേണ്ടേ? ഇതിനാണ് സലഫികൾ നിങ്ങളെ ക്ഷണിക്കുന്നത്, ഇതിനാണ് സലഫി പ്രസ്ഥാനം നിങ്ങളെ ക്ഷണിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ വളരെ ശ്രദ്ധയോടെ ഈ ആദർശമൊന്ന് മനസ്സിലാക്കണം. ഇനിയും നിങ്ങൾക്ക് കാണണോ, ജീവിച്ചിരിക്കുന്ന കാലത്തേതായാലും അയാളത് എതിർത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇനി അയാൾ മരണപ്പെട്ടപ്പോൾ അയാളുടെ ഖബറിന്റെ ചുറ്റും അതേ ആളുകൾ അതാ പ്രത്യേകമായി പച്ചത്തൊപ്പിയും തലപ്പാവുമൊക്കെ അണിഞ്ഞുകൊണ്ടിരിക്കുന്നയാൾ കൂട്ടം സുജൂദ് ചെയ്യുന്നു. മുസ്ലിമേ, ഇതെങ്ങനെ ഇസ്ലാമിന്റെ സംസ്കാരമാകും? ഇതൊക്കെയും ഇസ്ലാമാണ്, ഇതൊക്കെയാണ് ഇസ്ലാം എന്ന് തെറ്റിദ്ധരിച്ചു പോയ എത്രയോ ആളുകളില്ലേ? അവരോട് പറയട്ടെ, ഇതൊന്നുമല്ല ഇസ്ലാം. ഇസ്ലാം എന്ന് പറയുന്നത് മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ വഹി അനുസരിച്ചുകൊണ്ട് ഈ ലോകത്തിന്റെ മുമ്പിൽ ഒരു കലർപ്പുമില്ലാതെ എത്തിച്ച ഇസ്ലാമാണ്. അവിടെ ഒരു ജീവിച്ചിരിക്കുന്നവന്റെ മുമ്പിലും സുജൂദ് പാടില്ല. മരണപ്പെട്ട് കിടക്കുന്നയാളെ, അതല്ലെങ്കിൽ ഖബറിന്റെ മുമ്പിലോ മറ്റേതെങ്കിലും വസ്തുക്കളുടെയോ സ്ഥലത്തോ മുമ്പിലോ പോയി സർവശക്തന്റെ മുമ്പിലല്ലാത്ത ഒരു സുജൂദ് പാടില്ലല്ലോ. അതേ ഈ മനുഷ്യന്റെ മരണശേഷം അതേ പൂമാലകളും മുല്ലപ്പൂക്കളും ഒക്കെ കൊണ്ട് കഅബ മോഡലിൽ അലങ്കരിച്ചുണ്ടാക്കിയ ദർഗക്ക് ചുറ്റുമതാ കൂടിയിരിക്കുന്ന ജനങ്ങൾ സുജൂദ് ചെയ്യുന്ന, ഖബറിനും സുജൂദ് ചെയ്യുന്ന രംഗവും കൂടി എന്റെ ബഹുമാന്യ ശ്രോതാക്കളൊന്ന് കാണേണ്ടതുണ്ട്. എത്രത്തോളം അപകടത്തിലേക്കാണ് പാവപ്പെട്ട വിവരമില്ലാത്ത പാമര ജനങ്ങളെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഓ സമൂഹമേ, അവരെ രക്ഷപ്പെടുത്തണ്ടേ? നമുക്ക് അവരോട് വിദ്വേഷമില്ലല്ലോ, അവരോട് നമുക്ക് വെറുപ്പില്ലല്ലോ. അവരും നമ്മളും മഹ്ശറിൽ ഒരുമിച്ച് കൂടുമ്പോൾ കത്തിയാളുന്ന നരകത്തിയിൽ ഈ സാധുക്കൾ വിറകുകളായി പോകരുതല്ലോ. അതുകൊണ്ട് കണ്ടോളൂ ഈ രംഗവും. അതിൽ പെട്ടുപോയവരോട് നിങ്ങളൊന്ന് സ്നേഹബുദ്ധിയാ ഉണർത്തണമെന്ന് ഈ നാട്ടിലെ ജനങ്ങളോട് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. ആ രംഗവും കൂടി നിങ്ങളൊന്ന് കണ്ടോളൂ. स्कूल में गाती रहूंगी, तेरा ही गुण मैं गाती रहूंगी. तेरी छूटे कभी ना तेरा द्वार, छूटे कभी ना तेरा द्वार. मैं तेरा ही गुण मैं गाती रहूंगी.
तेरी छूटे कभी ना तेरा द्वार, छूटे कभी ना तेरा द्वार, मैं बात छूटे कभी ना तेरा द्वार, मैं बारी जाऊं पीर कलंदर छूटे ना. കേട്ടോ, ആ രംഗം അല്പനേരം മാത്രമാണ് ആ സുജൂദിന്റെ രംഗം എനിക്ക് കിട്ടിയിട്ടുള്ള CD-യിലുള്ളത്. അത് പ്രദർശിപ്പിക്കുമ്പോൾ നിങ്ങളുടെ ശ്രദ്ധ അതിൽ ഉടക്കി നിൽക്കാനും നിങ്ങളത് ശരിക്കും കാണാനും വേണ്ടി തന്നെയാണ് അത് ആവർത്തിച്ച് കാണിക്കുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. എത്ര ഗൗരവത്തോടെയാണ് പ്രിയമുള്ളവരെ. എന്നിട്ടും പറഞ്ഞ് കലന്തർ ബാബ എന്നും പറഞ്ഞ് വിളിച്ച് കേഴുന്ന ആയിരക്കണക്കിന് സ്ത്രീ പുരുഷന്മാർ. സഹോദരങ്ങളെ, ഇത് ഇസ്ലാമല്ല, ഇതൊരിക്കലും ഇസ്ലാമല്ല. ഇത് ശുദ്ധമായ കുഫറും അതുപോലെ തന്നെ ശിർക്കുമാണ്. ആ സമൂഹത്തെയാണ് നമുക്ക് രക്ഷപ്പെടുത്തേണ്ടത്. ഇതിൽ പെട്ടുപോയ ആളുകൾ അവരെ മനസ്സിലാക്കണം. അവരുടെ വീടുകളിൽ അവർ കലന്തർ ബാബയുടെ ഫോട്ടോ വെക്കുകയാണ്. കലന്തർ ബാബയുടെ ഫോട്ടോകളില്ലാത്ത വീടുകളില്ല പോലും. എന്നിട്ട് എല്ലാത്തിനും അഭയകേന്ദ്രമായി കലന്തർ ബാബയോട് തേടുകയാണ്. പീർ കലന്തർ എന്ന് വിളിച്ചുകൊണ്ട് അട്ടഹസിക്കുകയാണ്. അങ്ങോട്ട് നേർച്ച വഴിപാടുകൾ അർപ്പിക്കുകയാണ്. ആ ഖബറിന്റെ സമീപം പോയി തവാഫ് നടത്തുകയാണ്. അവിടെ അതാ പൂമാലകൾ അർപ്പിക്കുകയാണ്. ഓ സഹോദരാ, ഇത് ഇസ്ലാമിന്റെ സംസ്കാരമാണോ? ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി കച്ചകെട്ടി ഇറങ്ങിയിട്ടുള്ള ജൂതന്മാർ, ആ ജൂതവർഗത്തിന്റെ സംസ്കാരമാണ്. അതേ, അവരുടെ പുണ്യാളന്മാര്, അതുപോലെ തന്നെ നേതാക്കന്മാരെന്ന് പറയപ്പെടുന്നവർ, അതുപോലെ തന്നെ മഹാന്മാരായ പ്രവാചകന്മാരെന്ന് പറയപ്പെടുന്നവര്, അവരൊക്കെ മരണപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെയൊക്കെ ഖബറുകളുടെ സമീപത്ത് പോയി സുജൂദും അതുപോലെയുള്ള ആരാധനകളും ഒക്കെ ചെയ്യുന്ന ഖബർസ്ഥാനുകളെ ആരാധനാലയങ്ങളാക്കി മാറ്റുന്ന സമ്പ്രദായം അത് യഹൂദിയുടെ സംസ്കാരമാണ്, നസറാനിയുടെ സംസ്കാരമാണ്, ഇസ്ലാമിന്റെ സംസ്കാരമല്ല. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന നമ്മുടെ നേതാവ്, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ ഈ സമൂഹത്തെ ശക്തമായ സ്വരത്തിൽ തന്നെ ഗൗരവത്തോടുകൂടി തന്നെ പലപുരം ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകിയതാണ്. ലഅനത്തുല്ലാഹി അലൽ യഹൂദി വന്നസാറാ ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദാ. യഹൂദി നസറാക്കളുടെ മേൽ അല്ലാഹുവിന്റെ ശാപമുണ്ടാകട്ടെ. എന്തിനാണ് യഹൂദിക്ക് ശാപമുണ്ടാകട്ടെ എന്ന് കാരുണ്യത്തിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തേടിയത്? യഹൂദിയോട് വ്യക്തിപരമായി വെറുപ്പുണ്ടായിട്ടാണോ? നസറാനിയോട് വ്യക്തിപരമായി വെറുപ്പുണ്ടായിട്ടാണോ? അല്ല, യഹൂദി ചെയ്യുന്ന പണിയോട് വെറുപ്പാണ്, നസറാനി ചെയ്യുന്ന പണിയോട് വെറുപ്പാണ്. എന്താണ് അവർ ചെയ്യുന്ന സമ്പ്രദായം? ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദാ. അവരവരുടെ അമ്പിയാക്കന്മാരുടെ ഖബറുകളെ മസ്ജിദുകളാക്കി, സുജൂദ് ചെയ്യാനുള്ള സ്ഥലങ്ങളാക്കി, ആരാധനകൾ നിർവഹിക്കാനുള്ള കേന്ദ്രങ്ങളാക്കി. അതേ, ആ അർത്ഥത്തിലുള്ള ഏതു പ്രവർത്തികളും അത് യഹൂദിയുടെ സമ്പ്രദായമാണ്. ഖബറുകൾ കെട്ടിപ്പടുക്കൽ യഹൂദിയുടെ സമ്പ്രദായമാണ്. ഇസ്ലാമിന്റെ സംസ്കാരം എന്താണ്? ഒരൊറ്റ ഖബറും ഒരു ചാണിലപ്പുറം അതാ കെട്ടി ഉയർത്തുവാൻ നമുക്ക് അനുവാദമില്ലല്ലോ. ഇസ്ലാമിന്റെ ലേബിളിൽ ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഒരു ജൂതൻ, ഇബ്നു സബ എന്ന പേരുള്ള ഒരു ജൂതൻ, അവന്റെയും പേര് അബ്ദുള്ള എന്ന് തന്നെയായിരുന്നു. അബ്ദുള്ള എന്ന പേരുള്ള ഒരുത്തൻ, അവൻ സബയിന്റെ മോനാണ്. അബ്ദുല്ലാഹ് ഇബ്നു സബ എന്ന് പറയുന്ന ഒരു ജൂതൻ, അവൻ വേഷം മാറി ഇസ്ലാമിനുള്ളിലേക്ക് കടന്നു വന്നുകൊണ്ട് അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കുടുംബത്തോട് എനിക്ക് വലിയ ആദരവാണ്, ബഹുമാനമാണ്, അവരെ ബഹുമാനിക്കണ്ടേ, സ്നേഹിക്കണ്ടേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതേ ഇസ്ലാമിലേക്ക് അതാ പുതിയ ചില സമ്പ്രദായങ്ങൾ കടത്തി കൂട്ടിയിട്ടൊരു പാർട്ടി ഉണ്ടാക്കുകയാണ്. ആ പാർട്ടിയുടെ പേരാണ് ഷിയാക്കൾ. ആ ഷിയാക്കളും യഹൂദികളും ജൂതന്മാരും യഹൂദികളും ഇവരുടേതായ കൂട്ടുമുന്നണി ഉണ്ടാക്കിയ ഈ പഴകിപ്പുളിച്ച ആശയമാണ്, ഈ പഴകിപ്പുളിച്ച ആദർശമാണ് സുന്നികൾ എന്ന പേരിൽ അറിയപ്പെടുന്നവർ കേരളത്തിലും കർണാടകയിലും അതുപോലെ ഇന്ത്യയുടെ മറ്റു സ്ഥലങ്ങളിലുമൊക്കെ അതാ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. പുറമേക്ക് സുന്നി സുന്നത്ത് ജമാഅത്ത് എന്ന്
പറയുകയും അകത്ത് മുഴുവനും ആദർശം ഷിയായിസത്തിൻ്റേത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന കക്ഷികൾ അവരാണ് ദർഗകളോടനുബന്ധിച്ചുള്ള സർവാചാരങ്ങളും അനാചാരങ്ങളും കൊണ്ടുവന്നത്. അവരാണ് ഈ ഖബർ കെട്ടൽ സംസ്കാരം കൊണ്ടുവന്നത്. അവരാണ് ഖബറിന്മേൽ പച്ചമൂടുന്ന സംസ്കാരം കൊണ്ടുവന്നത്. അവരാണ് അവിടെ വിളക്ക് കൊളുത്തുന്ന സംസ്കാരം കൊണ്ടുവന്നത്. അവരാണ് അവിടെ ചെണ്ടയും മേളവും വാദ്യങ്ങളും പേക്കൂത്തുകളും നൃത്തവും കൊണ്ടുവന്നത്. അതെ, ഈ സമൂഹത്തിലേക്ക് ഈ ആചാരങ്ങൾ ആര് കൊണ്ടുവന്നോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ ഞാൻ നിങ്ങൾക്കൊരു രംഗം കാണിക്കാം. ആ രംഗം കാണുമ്പോൾ നിങ്ങളാ അതിലെ ആളുകളതാ പതാകയും കൊടിയും വഹിച്ചുകൊണ്ടതാ കലന്തർ ബാബയുടെ ഖബറിന്റെ സമീപത്തേക്ക് പോകുന്നു. അതെ, അവിടെയുള്ള ഉറൂസിൽ എത്തിച്ചേരുന്ന ആളുകൾ പിടിച്ച കൊടി, ആ കൊടിയുടെ ആ പച്ചക്കളറിലുള്ള കൊടിയിൽ എന്താ എഴുതിയതെന്ന് നിങ്ങളൊന്ന് കണ്ടോളണം. യാ അല്ലാ, യാ അലി, യാ ഫാത്തിമ, യാ ഹസൻ, യാ ഹുസൈൻ, യാ പീർ ഗൗസുൽ ആലം, യാ ദസ്തഗീർ എന്നിങ്ങനെ അതേ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ പേര് പറയില്ല അവര്. ഉമർ ഖത്താബില്ല, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവില്ല. കാരണം ഇവർക്കൊക്കെ അഞ്ചാളുകളാണ് അവർക്ക് മുന്നിൽ പറയാനുള്ളത്. ലിഖംസതുൻ ഉത്ഫി ബിഹിം ഹറൽ വബായിൽ ഹാത്തിമാ അൽ മുസ്തഫാ വൽ മുർതളാ വബ്നാഹുമാ വൽ ഫാത്തിമാ. അതേ, ഈ അഞ്ചാളുകളുടെ പേരാണ് അവരുയർത്തിയ പതാകയിലുള്ളത്. അത് ഷിയാക്കളുടെ പതാകയാണ്. സുന്നത്ത് ജമാഅത്തുകാർക്ക് അതേ മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കഴിച്ചാൽ അതേ ഏറ്റവും ശ്രേഷ്ഠനായ നേതാവ് അബൂബക്കർ റളിയല്ലാഹു അൻഹുവാണ്, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവാണ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവാണ്. അതേ അവസരത്തിൽ അതാ ഷിയാക്കൾക്കത് പറ്റൂല. ഷിയാക്കൾക്ക് സിദ്ദീഖുൽ അക്ബർ എന്ന് കേട്ടാ വെറുപ്പാണ്, ഉമർ ഖത്താബ് എന്ന് കേട്ടാൽ അവർക്ക് വെറുപ്പാണ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ എന്ന് കേട്ടാൽ അവർക്ക് വെറുപ്പാണ്, ആയിഷ റളിയല്ലാഹു അൻഹാ എന്ന് കേട്ടാൽ അവർക്ക് വെറുപ്പാണ്, ഹഫ്സ ബീവി റളിയല്ലാഹു അൻഹാ അവർക്ക് വെറുപ്പാണ്. മറിച്ച് അവർക്ക് ഇഷ്ടപ്പെട്ട ചിലരുണ്ട്. അപ്പതാകയും കൊണ്ടതാ അതേ അത് വഹിക്കുന്നവനത് അറിഞ്ഞോ ഇല്ലേ എന്നെനിക്കറിയില്ല. ഈ ബറേൽവികൾ, ഈ തനിച്ച ശിർക്കിന്റെയും കുഫറിന്റെയും വക്താക്കളായ ഈ ബറേൽവികൾ അവിടെ കൊണ്ടു നടക്കുന്ന ആ പതാക കണ്ടോ? അതിലെഴുതിയ പേരുകൾ നിങ്ങൾ വായിക്കുമ്പോ നിങ്ങൾക്ക് മനസ്സിലാകും ഈ ദർഗയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തപ്പെടുന്ന മുഴുവൻ അനാചാരങ്ങളും മടങ്ങിച്ചെല്ലുന്നത് ആ കൊടിയുടെ വാഹകരായ ആളുകളാരോ. ഇവരാരിലേക്കാണ് പാർട്ടിയെ ചേർത്ത് പറയുന്നതെങ്കിൽ ആ മഹാന്മാരത് അറിഞ്ഞവരല്ല, ഉത്തരവാദിത്തവുമില്ല. പക്ഷേ അവരുടെ പേരില്ലതാ ഇബ്ലീസ് സ്നേഹം കാണിക്കുന്നു എന്ന പേരിലുണ്ടാക്കിയ ഈ ദുഷിച്ച ആചാരങ്ങൾ അത് അവരുടെ സന്തതിയാണ്. കണ്ടോളൂ, ആ പതാക കണ്ടോ? അതിൽ നിങ്ങൾക്ക് വായിക്കാം ഞാൻ ഈ പറഞ്ഞ കാര്യം. നോക്കൂ, നിങ്ങൾ ആ സ്റ്റിൽ ചെയ്ത് നിർത്തിയിരിക്കുന്നത് അത് നിങ്ങൾക്ക് വായിക്കാൻ സാധിക്കും വളരെ കൃത്യമായി. ഒക്കെ യാ അലി, യാ ഫാത്തിമ, യാ ഹസൻ, യാ ഹുസൈൻ, ഇങ്ങനെ ഈ ഷിയാക്കളുടേതായ ഈ സമ്പ്രദായം. ഇവരാണ് ഈ ഖബറിന്റെ ചുറ്റും ഇങ്ങനെ തവാഫ് നടത്തുന്ന കക്ഷികളും. ഒരു മുസ്ലിമിന് പാടുണ്ടോ? പരിശുദ്ധ കഅബയുടെ സമീപത്തല്ലാതെ ഒരു മുസ്ലിം തവാഫ് ചെയ്യുമോ? ഒരു മുസ്ലിമിന് അത് അനുവദനീയമാണോ? എന്നാൽ ഷിയാക്കൾക്കതൊന്നും പ്രശ്നമല്ല. അവര് ചിലപ്പോ നമ്മുടെ നാട്ടിലെ കേരള ഷിയാക്കൾ എന്ന് പറയുന്ന സമസ്തക്കാര് അവര് സഖാഫിമാരെന്ന പേരിലാണെങ്കിലും അഹ്സനിമാരാണെന്ന പേരിലാണെങ്കിലും ദാരിമി എന്ന പേരിലാണെങ്കിലും അതേ കേരള ഷിയാക്കൾ, ആ കേരള ഷിയാക്കൾ ഒരു വേള വേണമെങ്കിൽ അതിന് ഫത്വയും കൊടുക്കും. തവാഫ് എന്ന് പറയുന്നത് അങ്ങനെയൊന്നും തവാഫ് എന്നൊന്നും അതിന് പറയണ്ട, അത് തവാഫല്ല. ഞങ്ങൾ യാസീനോരി വട്ടത്തിൽ നടക്കുകയാണ്, യാസീനോരി വട്ടത്തിൽ നടക്കുകയാണെന്ന് പറഞ്ഞാൽ മതി. അതേ സുഹൃത്തേ, ഈ വട്ടത്തിൽ നടക്കൽ തന്നെയാണ് തവാഫ്.
അതിന്റെ മലയാളം നിങ്ങൾ പറഞ്ഞു, ഞങ്ങൾ അതിന്റെ അറബി പറഞ്ഞു. പക്ഷേ എന്തായിരുന്നാലും പടച്ച റബ്ബിന്റെ ആ ഭവനത്തിന്റെ ചുറ്റുമല്ലാതെ ഒരു സൃഷ്ടിയുടെയും ഒരു ബിൽഡിങ്ങിന്റെയും ഒരു കെട്ടിടത്തിന്റെയും ചുറ്റും തവാഫ് ചെയ്യാൻ ഒരു മുസ്ലിമിന് പാടില്ലല്ലോ. കണ്ടോളൂ നിങ്ങളതാ തലയിൽ ചന്ദനമരച്ച കുടങ്ങളുമേന്തിക്കൊണ്ട് അതേ ഒരു പച്ച ഷാളും പ്രത്യേകമായി അണിയിച്ചൊരുക്കിയ ഒരു നേതാവ്, ഒരു പുരോഹിതൻ, ഒരു പാതിരിയ വേഷം കെട്ടിച്ചിട്ട് അയാളതാ ഈ ദർഗക്ക് ചുറ്റും ഖബറിന്റെ ചുറ്റും അയാൾ തവാഫ് ഈ കലവും തേറിക്കൊണ്ട് അയാൾ ആനയിച്ചുകൊണ്ട് ആളുകൾ ഇങ്ങനെ വട്ടം വെക്കുന്നത്, വലം വെക്കുന്നത്, പ്രദക്ഷിണം നടത്തുന്നത്, തവാഫ് ചെയ്യുന്നത്, ചുറ്റുന്നത് കണ്ടോളൂ നിങ്ങളൊന്നാ രംഗം. അതിലവർ പാട്ടുകളും പാടുന്നുണ്ട്. എന്താ പാടുന്നത്? പീർ കെ ഘർ പേ ജോ ആയെങ്കേ സർക്കാർ കരം ഫർമായെങ്കേ. പീറിന്റെ വീട്ടിൽ വന്ന് ഈ പീറിന്റെ വീട്ടിൽ വന്ന ആളുകൾക്കൊക്കെ ഇവിടെ സർവ്വ ഐശ്വര്യമുണ്ട്. അതും പാടിയിട്ടാണ്, അതും പറഞ്ഞിട്ടാണ് ഖവാലിയുടെ വക്കിരി ഇതിന് പരസ്യം കൊടുത്തിട്ടുള്ളത്. ആ പ്രത്യേകമായ രൂപത്തിൽ ഇങ്ങനെ ഇവിടെ വരുന്നവർക്കൊക്കെ ഇവിടെയാണ് അഭയം, ഇവിടെയാണ് എല്ലാ രൂപത്തിലുമുള്ള സംരക്ഷണത്തിന്റെ രക്ഷയുടെ കേന്ദ്രം എന്നവകാശപ്പെട്ടുകൊണ്ട് അതേ ഈ രൂപത്തിൽ ഇങ്ങനെ ദർഗകളെയും മഖാമുകളെയും ഒക്കെ വലം വെക്കുകയും ചുറ്റുകയും തവാഫ് ചെയ്യുകയും ചെയ്യുന്ന സമ്പ്രദായം. അതുപോലെ തന്നെ അങ്ങോട്ട് ധാരാളം നേർച്ചകളും വഴിപാടുകളുമൊക്കെ തലയിൽ ചുമന്നുകൊണ്ട് ദർഗയിലേക്ക് ആദരവോടുകൂടെ കയറിപ്പോകുന്ന എത്രയോ ആളുകൾ. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്തും അവിടുന്ന് ഖബർ സന്ദർശനം പഠിപ്പിച്ചു തന്നിട്ടില്ലേ? അവിടുന്ന് ഖബർ സിയാറത്ത് നമുക്ക് അനുവദിച്ചു തന്നതല്ലേ? ആരുടെ ഖബറിന്റെ സമീപത്തേക്കെങ്കിലും പോകുമ്പോൾ നിങ്ങളൊരൽപ്പം സുഗന്ധം പൂശിയിട്ട് ആ സുഗന്ധം ഖബറിന്മേൽ പുരട്ടണമെന്ന് പഠിപ്പിച്ചുവോ? അതല്ലെങ്കിൽ അല്പം സുഗന്ധം കലക്കിയ വെള്ളം ഒരു കലത്തിലാക്കിയിട്ട് നിങ്ങളുടെ തലയിൽ ഇങ്ങനെ ചുമന്ന് അതേ പ്രത്യേകമായി ആ ജാറത്തെ വലം വെക്കണം എന്ന് പഠിപ്പിച്ചുവോ? ആ ജാറത്തെ ചുംബിക്കുവാൻ പഠിപ്പിച്ചുവോ? അവിടെ വിളക്ക് കൊളുത്തുവാൻ പഠിപ്പിച്ചുവോ? അതേ മറ്റുള്ള സമുദായങ്ങൾ ചെയ്യുന്നത് പോലെ എന്താ നമുക്കും ഒരു കുഴപ്പം എന്ന നിലക്ക് ദീപങ്ങൾ നിരത്തി വച്ചിരിക്കുകയാണ് മഖാമുകളിലും ദർഗകളിലുമൊക്കെ. അതേ ദീപാരാധന നടത്തുന്ന അന്യ സമുദായങ്ങൾക്ക് സാദൃശ്യമായ നിലക്ക് ആ രൂപത്തിലുള്ള വിളക്കുകൾ കൊളുത്തി തിരികളും എണ്ണയും കത്തിച്ചു വെച്ചുകൊണ്ട് അതേ ഈ ദീപങ്ങളെ തെളിച്ചുകൊണ്ട് അതിലൂടെ ബർക്കത്തുദ്ദേശിക്കുന്ന, അതിലൂടെ അവരിൽ നിന്ന് രക്ഷയും സമാധാനവും ആഗ്രഹങ്ങളുടെ സഫലീകരണവും പ്രതീക്ഷിച്ചുകൊണ്ട് അതാ വിളക്കുകൾ കത്തിച്ചു വച്ചിരിക്കുന്ന രംഗവും കൂടി നിങ്ങളൊന്ന് കണ്ടോ? ജൂദായിസം തന്നെ, ഷിയായിസം തന്നെ. അഗ്നിയെ ആരാധിക്കുന്ന, തീനെ ആരാധിക്കുന്ന മജൂസികളോട് സാദൃശ്യപ്പെടുത്തുന്ന വിധത്തിൽ അതേ എല്ലാത്തിനോടും അനുബന്ധമായി വിളക്കുകൾ കൊളുത്തുന്നു.
വിളക്കുകൾ പല നാട്ടിലും പല ദർഗയിലും പല ഉറൂസുകളിലും പല കോലത്തിലാണെന്നേയുള്ളൂ. ഇവിടെ ഇങ്ങനെ ചെറിയ ചെറിയ വിളക്കുകളാണെങ്കിൽ മറ്റ് സ്ഥലങ്ങളിൽ വമ്പിച്ച ഉയരത്തിലുള്ള വിളക്കുകളുണ്ട്. ചെറുതും വലുതുമായ ഒട്ടേറെ ദീപങ്ങളുണ്ട്. ഇങ്ങനെ ഈ ദീപാരാധന, ഇങ്ങനെ വിളക്ക് കൊളുത്തൽ, അതേ ഈ രൂപത്തിലൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ദർഗകളിലും മഖാമുകളിലുമൊക്കെ ഈ പേക്കൂത്തുകൾ നടത്തുകയും അതിന്റെ പരിസരങ്ങളിൽ ഓടി നടന്നുകൊണ്ട് ചെണ്ടയടിക്കുകയും ബാൻഡ് മുട്ടുകയും നൃത്തമാടുകയും ചെയ്യുന്ന തനിച്ച ജൂദായുസത്തിന്റെ സംസ്കാരം അതേ മഹാനായ മൂസ അലൈഹിസ്സലാം ഒരു സമൂഹത്തെ നന്നാക്കിയെടുത്ത് അതേ അവരെ യഥാർത്ഥമായ തൗഹീദ് പഠിപ്പിച്ച് ശരിക്കും അവർക്ക് ഇസ്ലാമിന്റെ ആദർശങ്ങൾ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശം പഠിപ്പിച്ചു. അവരുടെ കണ്ണിന്റെ മുമ്പിൽ വെച്ചാണ് ഫറോവ മുങ്ങിച്ചാകുന്നത് ആ ജനങ്ങൾ കണ്ടത്.